എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം ക്രിസ്ത്യൻ കുടുംബങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾക്ക് വേണ്ടി ദൈവം സ്വന്തം ജീവൻ ബലി കഴിച്ച് നമ്മൾക്ക് വേണ്ടി തരുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ നമ്മളും എന്താണ്? ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ കെട്ടിപ്പടുക്കുന്നതായിരിക്കണം നമ്മളുടെ പേഴ്സണൽ ലൈഫും നമ്മളുടെ കുടുംബജീവിതവും എന്നൊക്കെ ഉള്ളത് ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മളെ വചനത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിൽ നിന്നും ഒരു സ്റ്റോറി നമ്മൾ കേട്ടുവല്ലേ. ഒരു സ്ത്രീ അതിൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ കുടുംബത്തിൽ നിൽക്കാൻ പറ്റാതെ, അമ്മായിമ്മയുടെ പോര് സഹിക്കുവാൻ പറ്റാതെ ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളുമായിട്ട് ആ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇവരെ കാണാതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യൂസുകൾ പ്രചരിക്കുകയും ഇവരെ അവസാനം പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്ന റീസൺ എന്താണ്? അതിനു മുൻപേ ഇവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ മദർ ഇൻ ലോ ആയിട്ട് ഇവർക്ക് യോജിച്ച് പോകുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ മദർ ഇൻ ലോ ഇവരെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു. അപ്പോൾ ഇവരോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകും എന്നൊക്കെ ഇവർ പറയുന്നു എന്നുള്ളതൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ആദ്യം ഒരു പോലീസ് കംപ്ലയിൻറ്റ് ഇവർ കൊടുത്തതിന് ശേഷം എന്താണ്, പോലീസിൻ്റെ മധ്യത്തിലുള്ള ഒത്തുതീർപ്പ് പ്രകാരം ഇവർക്ക് ഏതാണ്ട് 50 lakhs rupees കൊടുക്കണം എന്നുള്ളതൊക്കെ വന്നു. അത് എന്ന് കൊടുക്കണം എന്നുള്ളതൊരു തീരുമാനമൊന്നും എത്താതെ അതിങ്ങനെ അനിശ്ചിതത്വത്തിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്ത്രീക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? 2 കുഞ്ഞുങ്ങളുമായിട്ട് പോയി. ദൈവത്തിൻ്റെ കൃപയാൽ അവരെന്താണ് ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളത് നമ്മൾക്ക് ആശ്വസിക്കുവാനായിട്ട് കഴിയും. ഷൈനിയും ജിസ്മോളും ഒന്നും അല്ല, ജിസ്മോളുടെ കാര്യത്തിൽ അത് കൊലപാതകമാണ്. ഷൈനിയുടെ കാര്യത്തിൽ ഷൈനി ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ അപ്പോൾ ഈ ഒരു കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോകാതെ അവർ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ട് എന്താ പറയുക, ഇവരെ ഒന്ന് പേടിപ്പിക്കാൻ, ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കുവാനായിട്ട് ഇവർ പോയി എന്നുള്ളത് നമ്മൾക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം അവരെ തിരിച്ചു കിട്ടിയെന്നും ഇപ്പോൾ അത് ഏകദേശം ഒരു ഒത്തുതീർപ്പിൻ്റെ വക്കിലെത്തി. അവർക്ക് ഏതാണ്ട് 50 മാറി ഇപ്പോൾ 30 ലക്ഷം കൊടുക്കാമെന്നൊക്കെ സമ്മതിച്ചു. ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളതൊക്കെ വന്നു എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ത്രീ ആരാണ്? ഇവർ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് അല്ലേ. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നടന്ന സംഭവമാണിത്. ഇന്ന് ഓർക്കുക, ഈ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അല്ലേ, നമ്മൾ വേറെ പുറത്തോട്ട് നോക്കണ്ട, ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുവാനുള്ള കാരണം എന്താണ്? നമ്മളുടെ വിശുദ്ധ ബൈബിളിൽ ഒരുപാട് തവണ അല്ലേ കുടുംബ ബന്ധങ്ങളുടെ അടിത്തറയെക്കുറിച്ചും കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചും അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എല്ലാം വളരെ ഡീപ്പായിട്ട് നമ്മുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ. എന്നാൽ ഇന്ന് വചനം പഠിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ ക്രിസ്ത്യൻ ലൈഫുകൾ, അതല്ലേ, ക്രിസ്ത്യൻ ഫാമിലിയിലെ ഓരോ വിഭാഗങ്ങളും എങ്ങോട്ടാണ് പോകുന്നത്? വേറൊരു മറുഭാഗത്തോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ മനസാക്ഷി പോലും മരവിച്ച സംഭവങ്ങളും ഓരോ കുടുംബത്തിലും അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണല്ലേ. ഷൈനിയുടെയൊക്കെ അല്ലേ, ഷൈനി 2 കുഞ്ഞുങ്ങളുമായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവിടെയും ആ സ്ത്രീ അനുഭവിച്ച ദുരിതം എത്രയായിരുന്നുവെന്നും പിന്നീട് നമ്മൾ മനസ്സിലാക്കിയല്ലേ. അതുപോലെ തന്നെയാണ് ജിസ്മോളുടെ 2 കുഞ്ഞുങ്ങളുടെയും ലൈഫ്. അവർ എന്തുമാത്രം ത്യാഗമാണ് ആ കുടുംബത്തിൽ കിടന്നവർ അനുഭവിച്ചത് അല്ലേ. എന്തിനായിരുന്നു ഇങ്ങനൊരു ജീവിതം എന്ന് പോലും നമ്മൾക്കൊക്കെ തോന്നിപ്പോകും. കാരണം എന്തിനാണ് ഇത്ര വില മുടക്കി ആ കുടുംബത്തിൽ അവർ നിന്നത് എന്നുള്ളത് തന്നെ നമ്മൾക്കൊരു ക്വസ്റ്റ്യനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് ദൈവം നമ്മൾക്ക് എന്ത് തന്നിരിക്കുന്നത്? വിവേകം തന്നിരിക്കുന്നത്. ഓർക്കുക, ഈ വേറൊരു കുടുംബത്തിലേക്ക് അല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താ പറയുക, അപ്പനും അമ്മേനെയും വിട്ട് എന്താ പറയുക, ഭർത്താവ് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഏക ശരീരമായി തീരും. അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് വേർപിരിക്കരുത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കുടുംബങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, മക്കൾ അല്ലേ, എനിക്ക് തോന്നുന്നു ആൺമക്കളാണ് പ്രത്യേകിച്ച് അതിനകത്ത് ഇരകളാകുന്നത്. ആൺമക്കളെ അംഗീകരിക്കുവാൻ, അല്ലെങ്കിൽ ആൺമക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു വൈഫിനെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ അംഗീകരിക്കുവാൻ ഇന്ന് ഒട്ടുമിക്ക പേരൻസിനും കഴിയാറില്ല അല്ലേ. അവർ ആ കുഞ്ഞുങ്ങളോട് പോലും എന്താ പറയുക, ഒരു അകൽച്ച കാണിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് നമ്മൾ ന്യൂസുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഒത്തിരി പേരുടെ അനുഭവങ്ങൾ നമ്മളുടെ മുൻപിൽ ഇങ്ങനെ എന്താ പറയുക കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും ഇവിടെ ഈ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, വേറൊരു കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീ വന്നു കഴിയുമ്പോൾ അംഗീകരിക്കാൻ ആ കുടുംബത്തിലുള്ളവർക്കും അതുപോലെ ഈ സ്ത്രീ കടന്നു വരുന്ന സ്ത്രീക്കും ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അവർ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നവരാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ എപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല. ഒരു പരിധി വരെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളുമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിത്തെറികളിലേക്ക് മാറും അല്ലേ. അപ്പോൾ ഈ പൊട്ടിത്തെറികൾ വന്നു കഴിയുമ്പോൾ എന്താണ്, അത് കുടുംബ ബന്ധങ്ങൾ മൊത്തം തകരുവാനായിട്ട്
പോകുവാനായിട്ട് ഇടയായിത്തീരും. അതുമാത്രമല്ല, അത് വലിയ ശത്രുതയിലേക്ക് പോകുവാനായിട്ടും ഇടയായിത്തീരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്താണ്, ബുദ്ധിപൂർവ്വം സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ് എപ്പോഴും വേണ്ടുന്നത്. കാരണം എന്താണ്, അമ്മയും അല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളും തമ്മിൽ ചേരുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ആ വീട്ടിൽ നിന്നും മാറി വേറൊരു വീടെടുത്ത് താമസിക്കുവാനുള്ള ഒരു സാമാന്യബോധം ആർക്കുണ്ടാകണം, ഈ ഭർത്താവിനുണ്ടാകണം. കാരണം എന്താണെന്നറിയാമോ, ഇത് അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച സമാധാനത്തെ കെടുത്തുന്നതിനെ കഴിഞ്ഞും എത്രയോ ഭേദമാണ് വേറൊരു വീടെടുത്ത് മാറിക്കഴിയുമ്പോൾ അവർക്കും സമാധാനമാകും, ഈ കുടുംബത്തിനും സമാധാനമാകും. രണ്ട് കുടുംബങ്ങൾക്കും അവിടെ എന്ത് വരും, സമാധാനം വരും. അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്, കൂടത്തിൽ നിൽക്കുമ്പോഴുള്ള പൊട്ടിത്തെറികൾ പതുക്കെ 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 എന്താണ്, അത് മാറുവാനായിട്ട് ഇടയാകും. പിന്നെ ഒരു എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പ് അല്ലേ, ഇവർ മുറിഞ്ഞു പോയ റിലേഷൻ വീണ്ടും കൂട്ടി യോജിക്കുവാനായിട്ട് കഴിയും. ഒരിക്കലും പിന്നെ വന്നിടത്തേക്ക് ആ റിലേഷൻ കൂട്ടി യോജിച്ച് കഴിയുമ്പോൾ വന്നിടത്തേക്ക് തന്നെ മടങ്ങി പോകണമെന്നല്ല, അത് വീണ്ടും വിഷയങ്ങളിലേക്ക് പോകും. പക്ഷേ എന്താ പറയുക, ഒരു പോക്കുവരത്തുകൾ അല്ലേ, അവരുടെ അപ്പനെയും അമ്മേനെയും കാണാനൊക്കെ ഒന്ന് പോവുക, നമ്മളെയും കൊണ്ട് അവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ സഹായം ചെയ്യുക. ഇതൊക്കെ ചെയ്ത് ആ ഒരു ബന്ധം ഊഷ്മളതയോടെ കൊണ്ടുപോകുവാനായിട്ട് ഇതെപ്പോഴും നല്ലതാണ്. ദൈവം മനുഷ്യന് ബുദ്ധി തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരതിന് ശ്രമിക്കാറില്ല. അവർ ഭാര്യമാരോട് പറയും, നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോ എന്ന് പറയും. പക്ഷേ ഇവിടെ ഇങ്ങനെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താ പറയുക, മദർ ഇൻ ലോ ആയിട്ടും ഡോട്ടർ ഇൻ ലോ ആയിട്ടും തന്നെയായിരിക്കും നിൽക്കുന്നത്. കാരണം അവർക്കൊരിക്കലും അമ്മയെന്നോ സ്വന്തം മകളെന്നോ അംഗീകരിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ബാക്കിയുള്ള കുറേ കഥകളൊക്കെ ആൾക്കാർ പറയുന്നേ ഉള്ളൂ, എനിക്കെൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ്, എൻ്റെ മോളെപ്പോലെ തന്നെയാണ്, അങ്ങനെയൊക്കെ അപൂർവം ഉണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിൽ പറയുന്ന മിക്കതും അഭിനയങ്ങളാണെന്ന് നമ്മൾക്ക് പിന്നീടൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, കുടുംബജീവിതത്തിൻ്റെ അകത്തോട്ടൊന്ന് ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്താണ്, ഈ അഡ്ജസ്റ്റ് ആകാത്തതിനെ ഒന്നും കൂടി എന്താ പറയുക നമ്മൾ ഫോഴ്സ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനെ കഴിഞ്ഞ് ഭേദം എന്താണ്, അത് നമ്മൾ തന്നെ മാറി താമസിച്ചിട്ട് എന്താണ്, നമ്മൾ പിന്നെ ആ ഒരു റിലേഷൻ കൂട്ടി യോജിപ്പിച്ച് അതുപോലെ തന്നെ അങ്ങ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ഒരു എന്താ പറയുക, മകളെയും ആ കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാര്യം എടുത്തു നോക്കുമ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ട് 2 വർഷം ചില്ലറയായിട്ടുള്ളൂ. അപ്പോൾ ഈ ഭർത്താവ് മരിച്ചു പോയതിന് ശേഷമല്ല, അതിന് മുൻപേ തന്നെ എന്താണ് അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കുടുംബത്തിൽ നിൽക്കുന്ന പെണ്ണാണ്, അപ്പോൾ എന്താണ്, അമ്മായിമ്മയും മരുമകളുമായിട്ട് ചേരുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ആ സ്ത്രീനെയും കുഞ്ഞുങ്ങളെയും ഇറക്കി വിടുവാനായിട്ട് ഈ സ്ത്രീ മുൻകൈ എടുത്തതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹം മാറി അല്ലേ, സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഷൈനിയുടെ ജീവിതത്തിൽ, ജിസ്മോളുടെ ജീവിതത്തിലൊക്കെ ഇത് തന്നെയായിരുന്നു അല്ലേ. അവർ ഒന്ന് മാറി, ഭർത്താവുമായിട്ടൊന്ന് മാറി താമസിച്ചിരുന്നുവെങ്കിൽ അവരുടെ കുടുംബജീവിതം ഇന്നും നിലനിന്ന് പോകുമായിരുന്നു, അവരൊക്കെ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടോ ഇന്നും പല ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഇതിന് മുതിരാറില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണ്, ഒരു ഇല്ലാത്ത പാരമ്പര്യം പിടിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഇല്ലാത്ത പാരമ്പര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പാരമ്പര്യമൊക്കെ എന്നേ ക്ഷയിച്ചു പോയതാണ്. അത് അംഗീകരിക്കാൻ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് സമാധാനത്തോടെ ഇരിക്കുന്ന ഈ ജിസ്മോളുടെയൊക്കെ കാര്യം വന്നപ്പോഴത്തേക്കും ആർക്കും അറിയത്തില്ലായിരുന്നു. ഷൈനിയുടേത് പിന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ജിസ്മോളുടേത് വന്നപ്പോൾ ആർക്കും അറിയത്തില്ലായിരുന്നു, ഇതിനകത്ത് ഇത്രയും വലിയൊരു അഗ്നിപർവ്വതം അതിനകത്ത് പുകയുന്നുണ്ട് എന്ന് ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. കാരണം മറ്റുള്ളവരുടെ മുൻപിൽ ഇവർ അഭിനയിച്ച് തകർത്തു അല്ലേ. പക്ഷേ അവിടെ നീറിപ്പുകഞ്ഞുകൊണ്ടായിരുന്നു ജിസ്മോളും ആ കുഞ്ഞുങ്ങളും അതിനകത്ത് ജീവിച്ചത് എന്ന് പിന്നീട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, അഡ്ജസ്റ്റ് ആകുന്നില്ല എങ്കിൽ മനുഷ്യന്മാരാണ്, നമ്മൾക്ക് ഈ പറയുന്നത് പോലെയൊന്നും അഡ്ജസ്റ്റ് ആകുവാനായിട്ട് പറ്റത്തില്ല. ഇനി ചിലർ പറയും, നമ്മൾ അവരെ അങ്ങ് സ്നേഹിക്കുക എന്നൊക്കെ പറയും. ഇതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മൾക്കറിയാം, നമ്മൾ ഏത് ജീവിതത്തിലോട്ട് പോയാലും, കുടുംബജീവിതം മാത്രമല്ല ഏത് ലൈഫിലോട്ട് എടുത്തു പോയാലും ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കൂടെ എഫേർട്ട് ഇട്ടില്ല എങ്കിലും അതുകൊണ്ട് യാതൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ കുറേ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കുറേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതൊക്കെ നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾക്കും അതിനകത്ത് ഒരു കോൺട്രിബ്യൂഷൻ പോലും അവരുടെ വക ലഭിക്കുന്നില്ല എങ്കിൽ ഇതൊക്കെ വെറുതെ ആയി പോകും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം തന്നെ നീങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ദൈവവും അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് വെച്ചാൽ അവിടെ എന്താണ്, മാതാപിതാക്കന്മാരെ കഴിഞ്ഞും അധികമായിട്ട് ഭാര്യനെയാണ് സ്നേഹിക്കേണ്ടത്. ഭാര്യയോട് ചേർന്ന് നിന്നും ഒരു പുതിയ കുടുംബജീവിതം കെട്ടി ഉയർത്തണം എന്നുള്ളതും ദൈവത്തിൻ്റെ വചനമാണല്ലേ. നമ്മൾക്കറിയാം, നമ്മളുടെ ഒരു വചനത്തിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ്, ദൈവം മണവാട്ടി അല്ലേ, സഭയെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നത്, ഭാര്യ ഭർത്തൃ ബന്ധമായിട്ട് അതിനെ ഉപമിച്ചിരിക്കുന്നത് അല്ലേ. സഭയും യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള
ബന്ധത്തെയും ഭാര്യാഭർത്തൃ ബന്ധമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഉത്തമഗീതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഊഷ്മളതയും അവിടെ എടുത്തു കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ദൈവം കുടുംബ ബന്ധങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഇതുപോലെ നീറിപ്പുകഞ്ഞിരിപ്പുണ്ട്. കാരണം എന്താണ്, നമ്മൾക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾക്കറിയാം ഒരാൾ മാത്രം സ്നേഹിച്ചതുകൊണ്ടായില്ല, അത് തിരിച്ചും കൂടെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു ഭാഗത്തുള്ള ആൾക്ക് മടുത്തു തുടങ്ങും. അതായത് സ്നേഹം കൊടുത്തിരിക്കുന്ന ആൾക്ക് മടുത്തു തുടങ്ങും. അത് തിരിച്ച് കിട്ടാത്തടത്തോളം കാലം. ഇത് തിരിച്ച് കിട്ടാത്തത് എന്താണ്, അപ്പുറം നിൽക്കുന്ന ആൾക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ഒന്നെങ്കിൽ മരുമകൾക്ക് അമ്മായിമ്മനെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അമ്മായിമ്മയ്ക്ക് മരുമകളെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ഇനി നമ്മൾ വിചാരിക്കും അമ്മായിമ്മ മരുമകളും മാത്രമാണോ പ്രോബ്ലം? അല്ല, ചില അമ്മായിപ്പന്മാരും ഉണ്ട്, ചില മരുമക്കളുമുണ്ട്. എല്ലാവരുടെ കയ്യിലും വിഷയങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എന്താണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എല്ലാ മനുഷ്യരിലും മിക്ക കുടുംബങ്ങളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും മനുഷ്യന്മാരാണ്, ബലഹീനരാണ്. എല്ലാവരിലും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും. എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്താണ്, പ്രശ്നങ്ങൾ വഷളാകുന്നതിന് മുൻപ് അതിനകത്തൊരു എന്താ പറയുക, നല്ല വൈസ് ഡിസിഷൻ എടുക്കുവാനായിട്ട് തയ്യാറാകണം. ഇനി അടുത്തത് എന്താണെന്നറിയാമോ, ഈ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പലപ്പോഴും അവർ ബുദ്ധിപൂർവ്വം നീങ്ങാറില്ല. ബുദ്ധിപൂർവ്വം നീങ്ങുന്നത് വളരെ അപൂർവമാണ്. കാരണം അവർക്കെപ്പോഴും സ്വന്തം അപ്പനും അമ്മയും വളരെ വലുത് തന്നെയാണ്. വേണം, അവരോടുള്ള സ്നേഹവും കരുതലും എല്ലാം വേണം. പക്ഷേ മറുഭാഗത്ത് എന്താണ്, തൻ്റെ ഭാര്യ, തന്നെ വിശ്വസിച്ചല്ലേ ഇറങ്ങി വന്നിരിക്കുന്ന ഭാര്യയും തനിക്കുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളും അവരുടെ സുരക്ഷിതത്വം കൂടി ആര് നോക്കണം? ഭർത്താവ് നോക്കണം. അത് എപ്പോഴാണ് നോക്കേണ്ടത്? ജീവിച്ചിരിക്കുമ്പോഴേ നോക്കണം അല്ലേ അവർക്ക്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും ചിന്തിക്കണം. ആരില്ലാണ്ടായാലും, ഭർത്താവില്ലാണ്ടായാലും ഭാര്യ ഇല്ലാണ്ടായാലും ആ ഒരു കുടുംബം നിലനിന്ന് പോകണം അല്ലേ. ആ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം. അതിന് എപ്പോഴും ചിന്തയുണ്ടായിരിക്കണം. ആർക്ക്? ഭർത്താവിനും ചിന്തയുണ്ടായിരിക്കണം, ഭാര്യയ്ക്കും ചിന്തയുണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് ആ ഒരു ചിന്ത ഉണ്ടാകാറില്ല. എത്രയോ കുടുംബങ്ങളിലാണ് നമ്മളത് കാണുന്നതല്ലേ. ഇപ്പോൾ എന്തിനേറെ പറയുന്നു, ഈ ജിസ്മോളുടെയും ഷൈനിയുടെയും ഈ എന്താ പറയുക, ഈ ഒരു സ്ത്രീയുടെയും ഒക്കെ അവരുടെ പ്രശ്നം സോൾവായി. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാത്തത്. ഓക്കെ, അപ്പോൾ ഇവരുടെയൊക്കെ വിഷയങ്ങൾ എടുത്താൽ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഭർത്താക്കന്മാർ എടുക്കേണ്ട തീരുമാനങ്ങൾ കറക്റ്റ് സമയത്ത് എടുക്കാതെ പോയി എന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം കുടുംബത്തെ കരുതുവാൻ അവർ മറന്നുപോയി. പകരം എന്താണ്, മാതാപിതാക്കന്മാർ പറയുന്നതിനനുസരിച്ച് അവർ നീങ്ങി അല്ലേ. മാതാപിതാക്കന്മാർ പറയുന്നത് അനുസരിക്കണം. പക്ഷേ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ എന്താണ്, സ്വന്തമായ തീരുമാനം എടുക്കാനുള്ള ഗഡ്സ് ആര് പ്രാപിച്ചെടുക്കണം? ഈ ഭർത്താക്കന്മാരും ആൺമക്കൾ പ്രാപിച്ചെടുക്കുക തന്നെ വേണം അല്ലേ. സ്വന്തം ഭാര്യനെ സ്വന്തം കുഞ്ഞുങ്ങളെയും പോറ്റേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഭർത്താവിന് തന്നെയാണ്. അത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഭർത്താവ് തന്നെ പണിയെടുത്ത് ജീവിക്കണം, പോറ്റണമെന്നല്ല. ഭാര്യയ്ക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഭാര്യയ്ക്കും അതിന് കൈത്താങ്ങൽ കൊടുക്കുവാനായിട്ട് കഴിയും. അത് നമ്മൾക്ക് വചനത്തിൽ അതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. സാമർത്ഥ്യമുള്ള ഭാര്യയെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു അങ്കിളിനോട് സംസാരിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഈ അങ്കിളിനോട് സംസാരിച്ച് കഴിയുമ്പോൾ പുള്ളി ഒരു ഹയർ ഓഫീസറായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എന്നിട്ട് അതിനകത്തുനിന്ന് റിട്ടയർ ആയ ഒരു അങ്കിളാണ്. അപ്പോൾ ഈ പുള്ളിയോട് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ വിഷയങ്ങളിങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു ഔചിത്യമില്ലാത്ത എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, വയസ്സായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാതെ പുള്ളി എന്ത് ചെയ്തു, ഒരുപാട് പൈസ അവർക്കും ഇവർക്കും ഒക്കെ പുള്ളി അങ്ങ് എടുത്ത് ചിലവാക്കി. എന്നിട്ട് പകുതി എണ്ണവും തിരിച്ചു കൊടുത്തില്ല, കൊടുത്തവർ കുറച്ചേ കൊടുത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വന്നു. ഇദ്ദേഹത്തിൻ്റെ ഒത്തിരി പൈസ, വിശ്വാസിയാണ്, ഇദ്ദേഹത്തിന് ഒത്തിരി പൈസ നഷ്ടമായ കഥയൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ ഞാൻ ക്യാച്ച് ചെയ്തെടുത്തതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് പെൻഷനും പിന്നെ ഏതാണ്ട് കുറച്ച് വാടകയും ഒക്കെ കിട്ടുന്നുള്ളൂ. അതിനകത്ത് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം അത് ബുദ്ധിപൂർവ്വമല്ലാതെ എടുത്ത് ചെലവഴിച്ചു. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ അർഹതയുള്ള ഒരുത്തൻ്റെ കയ്യിലോട്ടുമല്ല പൈസ പോയത്, അർഹതയില്ലാത്തവന്മാരുടെ, അതായത് കുറേ കള്ളന്മാരുടെ കയ്യിലോട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പൈസ മുഴുവൻ പോയത്. അതുകൊണ്ട് അത് ആ വഴിക്ക് പോയി. കാരണം ഓർക്കുക, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ദൈവം എന്താണ് ദൈവം അക്കൗണ്ടബിലിറ്റി കറക്റ്റായിട്ട് സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ₹1 കൊടുക്കുമ്പോൾ എന്താണ്, നമ്മളത് ദൈവത്തോട് ചോദിക്കണം. ദൈവമേ, ഇത് അർഹതയുള്ള ആൾക്കാണോ ഞാൻ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടേ നമ്മൾ കൊടുക്കുവാനായിട്ട്
കൊടുക്കുവാനായിട്ട് പാടുള്ളൂ. കാരണം എന്താണ്, ഇന്ന് ഒരുപാട് ആൾക്കാർ കള്ളത്തരങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ എന്താ പറയുക പൈസ പിടുങ്ങുവാനായിട്ട് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ടല്ലേ. അത് നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിലുമുണ്ട്, പെന്തക്കോസ്ത് സമുദായത്തിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ നമ്മൾ പൈസ കൊടുക്കുവാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ ദൈവത്തിനോട് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മളെ പറ്റിച്ചു കഴിഞ്ഞിട്ട് ദൈവമേ ഇന്ന ആളെന്നെ പറ്റിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ദൈവം നമ്മളോട് തിരിച്ചു ചോദിക്കും, ഞാൻ പറഞ്ഞോ നിന്നോട് ഇത് ചെയ്യുവാൻ ഞാൻ പറഞ്ഞോ എന്നും ദൈവം ചോദിച്ചാൽ നമ്മൾക്ക് ഉത്തരമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇദ്ദേഹം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊന്നും ഒരു നിലയിലെത്തിയില്ല, അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം റിട്ടയറുമായി. എന്നാൽ ഇദ്ദേഹത്തിന് ആ ഒരു ജോലിയിലിരുന്ന സമയത്ത് ഇദ്ദേഹം സമ്പാദിക്കേണ്ടതുപോലെ ഇദ്ദേഹം സമ്പാദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദ്യത്തെ നിലയിൽ തന്നെ അദ്ദേഹത്തിന് തുടരുവാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പം അദ്ദേഹം തീരെ തറപറ്റിയൊന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ എത്രയോ ഹയർ ലെവലിലിരുന്ന ഒരു വ്യക്തിയായിരുന്നു, എന്ന് വെച്ചാൽ സാമ്പത്തികമായി ഹയർ ലെവലിലിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് അതിൻ്റെയൊക്കെ ഒരു 4/1 അദ്ദേഹം മാറി. എന്ന് വെച്ചാൽ തീരെ പാവപ്പെട്ടവനായി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു 4/1 അദ്ദേഹം മാറി. അപ്പോൾ ഞാൻ തന്നെ ഓർത്തു, ഞാൻ ഒന്നും പരിചയപ്പെട്ട എനിക്ക് അത്ര വലിയ അടുപ്പമുള്ള അങ്കിളൊന്നും അല്ല, എന്നാലും സംസാരിച്ചു വന്നപ്പം ഞാൻ ഇങ്ങനെ അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോയി. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ എന്ത് കഷ്ടമാണല്ലേ. കാരണം നമ്മൾ എന്താണ്, ഒരുപാട് നമ്മൾക്ക് ദൈവം തരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനും നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കാരണം എന്താണെന്നറിയുമ്പോൾ നാളെ ആർക്കെന്ത് സംഭവിക്കുമെന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. നാളെ ഭർത്താവിനാണോ ഭാര്യയ്ക്കാണോ കുഞ്ഞുങ്ങൾക്കാണോ ആർക്കെന്ത് സംഭവിക്കും, രോഗം വരുമോ ഒന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്താണ് ദൈവം നമ്മൾക്ക് തരുന്നത്, സമ്പാദനം എപ്പോഴും നേരായ മാർഗത്തിലായിരിക്കണം. ആ നേരായ മാർഗത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് തരുന്ന സമ്പത്ത് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ച് തന്നെ നമ്മളത് കൈകാര്യം ചെയ്യുവാനായിട്ടും നമ്മൾ പരിശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇവിടെ എനിക്ക് തോന്നുന്നു അല്ലേ, നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു സ്ത്രീയുടെയും കുഞ്ഞുങ്ങളുടെയും കഥ എടുത്തു കഴിയുമ്പോൾ ആ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം നീങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് ആ സ്ത്രീക്ക് ഇതുപോലെ പോലീസ് സ്റ്റേഷനുകളിൽ എന്താ പറയുക തങ്ങൾക്ക് ചെലവിന് കിട്ടുവാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുമായിരുന്നില്ല. അദ്ദേഹം ബുദ്ധിപൂർവ്വം ആ കാര്യങ്ങൾ നീക്കിയില്ല അല്ലേ. ഇനിയെങ്കിലും ഉള്ളവരെന്താണ്, നമ്മൾ പേരൻസിനെയൊക്കെ നോക്കണം, സത്യമാണ്, അത് നമ്മളുടെ കടമയാണ്. പക്ഷേ നമ്മൾ അതിലും അപ്പുറമായിട്ട് എന്ത് ചെയ്യണം, സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം ഭാര്യയ്ക്കും അല്ല ഭാര്യയാണെങ്കിൽ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും അല്ലേ, ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മൾ കരുതുവാനായിട്ട് തയ്യാറാകണം. ഇതൊക്കെ ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങളാണ്. ദൈവം നമ്മളെ കരുതും, അതെല്ലാം സത്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നമ്മൾക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ചുമ്മാ എന്താ പറയുക ദൂരത്തിട്ട് കളിക്കുവാനല്ല, നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ച് നമ്മൾ വയ്ക്കണം. അപ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ദൈവത്തിനോട് ചോദിച്ചിട്ട് കൈകാര്യം ചെയ്യുവാനും സൂക്ഷിക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഓർക്കുക, ദൈവം എന്താണ്, സൂക്ഷിക്കാൻ അറിയാത്തവൻ്റെ കയ്യിലോട്ട് ദൈവം കാര്യങ്ങൾ കൊടുക്കത്തില്ല കേട്ടോ. കാരണം ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ സമ്പത്തോ എന്തുമാകട്ടെ, ആത്മീയ നന്മകളോ ഭൗതിക നന്മകളുമാകട്ടെ, ദൈവം ഒരിക്കൽ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കുന്നില്ല എങ്കിൽ പിന്നെ ദൈവം തരുന്നത് 2 വട്ടം ആലോചിച്ചിട്ടേ തരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ എന്താണ്, കുടുംബങ്ങളിൽ ഒരു സ്നേഹം ഉണ്ടാകണം അല്ലേ. സ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്താണ്, അതിനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അഡ്ജസ്റ്റ് ആകുന്നില്ല എങ്കിൽ നമ്മൾ മാറി താമസിക്കുക. ചിലരുണ്ട് കെട്ടിപ്പിടിച്ചു കിടക്കുക, സമാധാനമില്ലെങ്കിൽ അവിടെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുക. കാരണം എന്താണ്, കുടുംബസ്വത്ത് കൈവിട്ടു പോകുക എന്നുള്ള ഭയം കൊണ്ട്. നമ്മൾക്ക് സമാധാനത്തിന് കഴിഞ്ഞ് വലുതാണോ സ്വത്ത്? അല്ല. എത്ര സ്വത്തുണ്ടായിട്ട് നമ്മൾക്ക് സമാധാനമില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല അല്ലേ. അതുകൊണ്ട് എന്താണ്, സമാധാനമാണ് ഒന്നാമത്തത് അല്ലേ. പിന്നെ രണ്ടാമത്തത് നമ്മുടെ ആത്മീയ ജീവിതം തകരരുത് അല്ലേ. ചിലപ്പോൾ ഇങ്ങനെ എപ്പോഴും വിഷയങ്ങളുള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനോ ഉപവസിക്കുവാനോ ഒന്നിനും നമ്മൾക്ക് പറ്റത്തില്ല, നമ്മൾ തകർന്നു പോകുമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അത് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ബുദ്ധിയാണ്. ഇനി പലരും പറയുന്നത് കേൾക്കാം, എന്താണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അവരെ അങ്ങ് ദൈവത്തിന് വേണ്ടി നേട്. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവരുടെ പേരില്ല എങ്കിൽ പിന്നെ നമ്മൾ എത്ര എവിടെ കിടന്ന് വില കൊടുത്തിട്ടും കാര്യമില്ല. കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇല്ല. അത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഖ്യക്കകത്ത് പെട്ടവരും അത്ര എണ്ണത്തിനെ എടുക്കത്തുള്ളൂ. അതെന്താണ്, അത് കർത്താവിൻ്റെ വരവിൽ ഒരുങ്ങിയിരിക്കുന്ന അത്രയും പേരെ മാത്രമേ എടുക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇല്ലാത്തവനോ എത്ര സുവിശേഷം പറഞ്ഞാലും അവൻ ദൈവഭാഗത്തോട്ട് വരത്തില്ല. അത് നമ്മളുടെ മിസ്റ്റേക്ക് അല്ല, അത് ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഇല്ല എങ്കിൽ എന്താണ്, അത് നടക്കത്തില്ല. ഇപ്പം നമ്മൾക്കറിയാം, അബ്രാഹാമിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അബ്രാഹാം പറഞ്ഞു, എൻ്റെ കർത്താവേ എനിക്ക് ഇസ്മായിലിനെ മതി, അതിനെ എന്നെ അനുഗ്രഹിച്ചിങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞു അല്ലേ, നമ്മുടെ ഇസഹാക്ക് ഉണ്ടാകുന്നതിന് മുൻപേ അല്ലേ. പക്ഷേ ദൈവം എന്താണ്, ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി വിട്ടിട്ടൊന്നുമില്ല. ദൈവം എന്ത് ചെയ്തു, ദൈവം പറഞ്ഞത് എന്താണ്, ഞാൻ ഇസഹാക്കിലൂടെ
അല്ലേ? ഇസഹാക്ക് എന്ന് പറയുന്ന വാഗ്ദത്ത സന്തതിയുടെ കാര്യമാണ് ദൈവം പറഞ്ഞത്. ഇത് എന്താ പറയുക, ദൈവത്തിൻ്റെ വാഗ്ദത്തം ലേറ്റ് ആയപ്പോൾ എന്താ പറയുക, സാറായിക്ക് തോന്നിയ ഒരു ദുർബുദ്ധിയായിരുന്നു ആര്, ഇസ്മായേൽ എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ അവിടെ ഇസ്മായേലിന് കൊടുക്കേണ്ടത് ദൈവം കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം മുഴുവൻ പോയത് എങ്ങോട്ടാണ്? ഇസഹാക്കിലോട്ടാണ് പോയത്. എന്ന് പറയുന്നത് പോലെ ദൈവം ലോകത്തെ മുഴുവൻ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ആ ദൈവത്തെ ഏറ്റു പറയുന്നവരിലേ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകത്തുള്ളൂ അല്ലേ. അല്ലാതെ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുന്നവർ എത്ര കൈയും കെട്ടിയിരുന്ന് ദൈവത്തെ ത്യജിച്ച് കളയുന്നവരെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താണ്, അത് ചിലപ്പോൾ അവർ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ ഉണ്ടാകത്തില്ല, നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ എന്താണ്, സമാധാനം നമ്മൾ ആഗ്രഹിക്കുക, സമാധാനം നമ്മൾ ഉണ്ടാക്കുക, സമാധാനത്തിൻ്റെ വഴികൾ നമ്മൾ തേടുക. ഒന്ന്. രണ്ടാമത് എന്താണ്, നമ്മൾ സമ്പാദനം അല്ലേ, നമ്മളുടെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ എപ്പോഴും ഒരു ബുദ്ധിയോടെ നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് അല്ലേ, എനിക്ക് തോന്നുന്നു ആ അമ്മയ്ക്കൊക്കെ സ്വന്തം മകൻ മരിച്ചുപോയി, ആ മകൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? അവരിലൊരു സ്നേഹം വ്യാപരിക്കുന്നില്ല അല്ലേ. അവർക്ക് ആ മകനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മരുമകൾ പോട്ടപ്പോൾ വേറെ വീട്ടിൽ നിന്ന് കയറി വന്നതാണെന്ന് വിചാരിക്കാം. എന്നാൽ സ്വന്തം മകൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ പോലും സ്നേഹിക്കുവാൻ ആ അമ്മയ്ക്ക്, ആ അമ്മായിമ്മയായ ആ സ്ത്രീക്ക് കഴിയുന്നില്ല എങ്കിൽ അവരിൽ എന്ത് സ്നേഹമാണുള്ളത്? അവരിൽ ഒരു സ്നേഹവുമില്ല. സ്നേഹത്തിൻ്റെ കണിക പോലും അവരിൽ അവശേഷിക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മളുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലെല്ലാം ഈ സ്നേഹം എന്ന് പറയുന്നതും ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം തന്നെ നമ്മളുടെ കുടുംബങ്ങളെയൊക്കെ എന്താ പറയുക, റീസ്റ്റോർ ചെയ്യട്ടെ. ഒപ്പം എന്താണ്, നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങേണ്ടടുത്ത് നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങുകയും വേണം. ഇനി അടുത്തത് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം എന്താണ്, ഇതുപോലെയല്ലേ ആ സ്ത്രീക്ക് അവരുടെ ഭർത്താവ് ജീവിച്ചിരുന്നു എങ്കിൽ എന്താണ് അവർക്ക് ഈ ഒരു അവസ്ഥ വരത്തുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അല്ലേ. ഭർത്താവിന് ഭാര്യ ഉണ്ടായിരിക്കണം, ഭാര്യയ്ക്ക് ഭർത്താവ് ഉണ്ടായിരിക്കണം, കുഞ്ഞുങ്ങളുണ്ടായിരിക്കണം. ഇതൊക്കെ ദൈവം തന്നിരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളാണല്ലേ. ഒന്ന് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴെന്താണ് അതിനകത്ത് നമ്മൾക്ക് എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം പിശാച് ഇന്ന് കുടുംബ ബന്ധങ്ങളെ, കുടുംബജീവിതങ്ങളെ തകർക്കാനാണ് പിശാച് ഇന്ന് ഏറ്റവും അധികം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ അപകടത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലൂടെ അവരുടെ ജീവനെ എടുക്കുവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സമാധാനത്തെ കെടുത്തി രണ്ടിനെയും രണ്ട് തട്ടിലാക്കുവാനായിട്ട് പിശാച് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബുദ്ധിപൂർവ്വം നിൽക്കണം. എങ്ങനെ നിൽക്കണം? നമ്മൾ പ്രവർത്തിക്കുവാനുള്ളത് പ്രവർത്തിക്കണം. അതുകൂടാതെ അടുത്തത് എന്താണ്, നമ്മൾക്ക് പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലേ. അടുത്തത് എന്താണ്, നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി, ആയുസ്സിന് ആരോഗ്യത്തിനൊക്കെ വേണ്ടി നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. നമ്മുടെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ദാവീദ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരാളെങ്കിലും നീതിയുള്ളവരായാൽ മതിയെന്നേ. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ രണ്ടുപേരും നീതിമാനാകണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളൊന്ന് തീരുമാനമെടുത്താൽ മതി. നമ്മൾ ഒരാൾ, ഇനി അത് ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും, നമ്മൾ ഒരാൾ നീതിയോടെ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു അനുഗ്രഹം നമ്മൾക്ക് തരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നീതിയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ഈ ഒരു നന്മ, ഈ ഒരു വചനത്തിൻ്റെ നന്മയുണ്ടാകും. അത് ഹസ്ബൻഡാണെങ്കിൽ വൈഫാണെങ്കിൽ അവർക്ക് എന്താ പറയുക, അവർ നീതിയിൽ അല്ലെങ്കിൽ പോലും എന്താണ്, നമ്മൾക്ക് വേണ്ടി, നമ്മൾ നീതിയിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വേണ്ടി അവരുടെ ജീവനെ ദൈവം നമ്മൾക്ക് ദാനമായി തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. നമ്മൾക്കറിയാം എന്താ പറയുക, സങ്കീർത്തനം 37:25 കേട്ടോ ആ വചനം. അത് നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതൊരു പവർഫുൾ വചനമാണല്ലേ. ഒരുപാട് വേറെ വചനങ്ങളുണ്ട്. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും അല്ലേ. അങ്ങനെ ഒരുപാട് വചനങ്ങൾ വേറെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കണം. ഇതും എന്താണ്, ഇതൊരു അവകാശ വചനമാണ്. ഇത് നമ്മൾ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചോണം. അപ്പോൾ എന്താണ്, നമ്മൾ നീതിയോടെ നിൽക്കുവാനും നമ്മൾ ശ്രമിക്കുക, വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളുടെ കുടുംബജീവിതമൊക്കെ എന്താ പറയുക, എല്ലാവരുടെയും, അത് ഇനിയിപ്പം എന്താ പറയുക ഫാമിലി ലൈഫ് അല്ലെങ്കിൽ അപ്പനും മക്കളും തമ്മിലുള്ള കുടുംബമാണെങ്കിൽ പോലും എന്താണ്, അവിടെയും നമ്മൾക്ക് സമാധാനവും സ്വസ്ഥതയും സന്തോഷവും എല്ലാം നമ്മൾക്ക് വേണമല്ലേ. അവിടെ ഓർക്കുക, ഒരു അപ്പൻ നഷ്ടപ്പെട്ടു, എൻ്റെ പപ്പ മരിച്ചു പോയതാണ്. അപ്പോൾ പപ്പ മരിച്ചു പോയതുകൊണ്ട് ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ടിയതെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ഇന്ന് ഞാൻ സന്തോഷവതിയാണ്. കാരണം അതിനെ കഴിഞ്ഞ് നല്ലൊരപ്പൻ അല്ലേ, അനാഥന്മാർക്ക് ഞാൻ പിതാവാണെന്ന് പറഞ്ഞ ദൈവം നമ്മളുടെ ദൈവമാകുന്ന പിതാവും കൂടിയാണ്. അതുകൂടാതെ അപ്പനില്ലാത്തവർക്ക് അവിടെ നിന്ന് അപ്പനും കൂടിയാണ്. അതുകൂടെ ഇറങ്ങി വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് സന്തോഷവതിയാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സങ്കീർത്തനം 37:25 ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചണം. ഇത് നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഭാര്യ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല, ഭർത്താവിന് പ്രാർത്ഥിക്കാം, മക്കൾക്ക് പ്രാർത്ഥിക്കാം, ആർക്ക്
വേണമെങ്കിലും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാം അല്ലേ. അതുപോലെ ഒരുപാട് വചനങ്ങളുണ്ട്, എടുത്തെടുത്തെടുത്ത് ഞാൻ ഒരുപാട് വചനങ്ങൾ ഇതിന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ചും അല്ലാത്തതുമൊക്കെ നമ്മൾ ഇങ്ങനെ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കാരണം കുടുംബ ബന്ധങ്ങളുടെ ഒരു അടിത്തറ അതല്ലേ, സ്നേഹത്തിൽ കുടുംബങ്ങളെ കെട്ടിപ്പൊക്കണം അല്ലേ, അതിന് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.